കെന്റിലെ റിമി ടോമി ഷോ ശനിയാഴ്ച യുകെയിലെ ഗാർഡൻ ഓഫ് ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന കെന്റിന്റെ ഹൃദയമായ മെയ്ഡ്സ്റ്റോണിനെ ഇളക്കിമറിക്കുവാനായി റിമി ടോമി എത്തുകയാണ്. 6-ാം തീയതി ശനിയാഴ്ച മെയ്ഡ്സ്റ്റോൺ ലേഷർ സെന്ററിലാണ് പരിപാടി. ആഷ്ഫോർഡിന്റെ MP സോജൻ ജോസഫും വോക്സിലെ പാരിഷ് കൗൺസിലർ ജീവിത സാമ്പങ്കിയും ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യുകെയിലുടനീളം തകർത്താടുകയായിരുന്നു റിമിയും സംഘവും. ജൂൺ 7-ന് ബ്രാഡ്ഫോർഡിലാണ് ഷോ. ബ്രാഡ്ഫോർഡിലെ ഷോയോടെ റിമി ടോമിയുടെ ഇത്തവണത്തെ പര്യടനം അവസാനിക്കും. മാഞ്ചസ്റ്ററിൽ ഉൾപ്പെടെ ഷോയുടെ ടിക്കറ്റ് വിൽപ്പന പൊടിപൊടിക്കുകയാണ്. ഏതാനും ടിക്കറ്റുകൾ മാത്രമാണ് ബാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. റിമിക്കൊപ്പം മറ്റു ഗായകരും ലൈവ് ബാൻഡ് ടീമും കാണികളെ കയ്യിലെടുക്കുകയാണ്. ടിക്കറ്റിനായി റിതം ക്രിയേഷൻസ് യുകെയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. യുകെയിലെ പ്രമുഖ മോർട്ട്ഗേജ് അഡ്വൈസിംഗ് സ്ഥാപനമായ ഇൻഫിനിറ്റി മോർട്ട്ഗേജ്, ലോ ആൻഡ് ലോയേഴ്സ്, ഫോക്കസ് ഫിനിഷ്വൽ ലിമിറ്റഡ്, GRP എസ്റ്റേറ്റ് കൺസൾട്ടൻസ് എന്നിവർ ഈ ഷോയുടെ സ്പോൺസേഴ്സാണ്. ജൂൺ 12-ന് മൈതാനത്ത് പന്തുരുളാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ എന്നിങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾക്കായി ആരാധകർ പോർവിളി തുടങ്ങിക്കഴിഞ്ഞു. നിരത്തുകളിൽ താരങ്ങളെ വാഴ്ത്തുന്ന ഫ്ലെക്സുകൾ നിരന്നു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ആരായിരിക്കും 2026-ലെ ഫിഫ ലോകകപ്പ് ഉയർത്തുക? അതിനുള്ള ഉത്തരവുമായി ഒരു സംഘം ശാസ്ത്രജ്ഞർ രംഗത്തെത്തിയിരിക്കുകയാണ്. 48 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ലോകകപ്പിൽ ഏതെല്ലാം ടീമുകൾക്കാണ് വിജയസാധ്യതയെന്നാണ് ഇൻസ്ബ്രക്ക് യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധർ കണക്കുകൂട്ടിയത്. ഇവരുടെ കണ്ടെത്തൽ സ്പാനിഷ് ടീമിന്റെ ആരാധകർക്ക് നല്ല വാർത്തയാണ്. ഈ ഗവേഷകരുടെ കണക്കുകൂട്ടൽ പ്രകാരം സ്പെയിനിനാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യത. 14.5% ഇവരുടെ സാധ്യത. 12.4%വുമായി ഇംഗ്ലണ്ട് തൊട്ടുപിന്നിലുണ്ട്. ഫ്രാൻസ്, ജർമ്മനി എന്നിവരാണ് അടുത്ത സ്ഥാനങ്ങളിൽ. ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ എന്നിങ്ങനെ ഫ്രാൻസിനെ നിരാശപ്പെടുത്തുന്ന ഫലങ്ങളാണ് ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നത്. ഈ വർഷത്തെ ടൂർണമെന്റ് അല്പം കടുപ്പമാകുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. അതുകൊണ്ട് തന്നെ കളിച്ചു ജയിച്ച് അന്തിമ ഫലം വരുന്നതുവരെ ആരാധകർക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. ആവേശത്തിന്റെയും കരുത്തിന്റെയും ആ വലിയ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. UK മലയാളി സമൂഹം കാത്തിരിക്കുന്ന മെഗാ വടംവലി മത്സരം നാളെ നോർത്ത് വുഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വിജയികൾക്കായി ആകർഷകമായ പാരിതോഷികങ്ങളാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. 1-ാം സ്ഥാനക്കാർക്ക് 2000 പൗണ്ടും ട്രോഫിയും, 2-ാം സ്ഥാനക്കാർക്ക് 1000 പൗണ്ടും ട്രോഫിയും, 3-ാം സ്ഥാനക്കാർക്ക് 500 പൗണ്ടും ട്രോഫിയും, 4-ാം സ്ഥാനക്കാർക്ക് 250 പൗണ്ടും ട്രോഫിയും സമ്മാനമായി ലഭിക്കും. അവസാന അടിയിലേക്ക് ആരാധ്യമെന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ട് സംഘവും കയ്യടിച്ച് യുകെയിലെ സിറോ മലബാർ സമൂഹത്തിന് ഇതൊരു കായിക മത്സരം മാത്രമല്ല, കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആസ്വദിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. വിനോദ പരിപാടികൾ, റാഫിൾ ഡ്രോ, പൊതുസമ്മേളനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ബിരിയാണി ഉൾപ്പെടെയുള്ള രുചികൾ വിളമ്പുന്ന ഫുഡ് സ്റ്റാളുകളും സജ്ജമാണ്. യുകെയിലെ പ്രമുഖ മോർട്ട്ഗേജ് അഡ്വൈസിംഗ് സ്ഥാപനമായ ഇൻഫിനിറ്റി മോർട്ട്ഗേജും ഈസ്റ്റ്മാൻ സോളിസിറ്റേഴ്സും പരിപാടിയുടെ മുഖ്യ സ്പോൺസേഴ്സാണ്. സീറോ മലബാർ സഭ സ്റ്റോക്ക് ട്രഞ്ച് മെൻസ് ഫോറം സംഘടിപ്പിക്കുന്ന ഓൾ UK ടഗ് ഓഫ് വാർ ടൂർണമെന്റ് 2026ന്റെ പോർക്കളത്തിലേക്ക് 2000 പൗണ്ട് 1-ാം സമ്മാനത്തിനും ട്രോഫിക്കും, 1000 പൗണ്ട് 2-ാം സമ്മാനത്തിനും ട്രോഫിക്കും, 500 പൗണ്ട് 3-ാം സമ്മാനത്തിനും ട്രോഫിക്കും, 250 പൗണ്ട് 4-ാം സമ്മാനത്തിനും ട്രോഫിക്കുമായി ചരിത്രം വടത്തിലെഴുതിയ ഇതിഹാസ താരങ്ങളുടെ കാലടിപ്പാടുകൾ പതിഞ്ഞ സ്റ്റോക്ക് ട്രഞ്ച് നോർത്ത് വുഡ് സ്റ്റേഡിയത്തിൽ ആഹ്ലാദങ്ങളുടെ ആരവങ്ങളും ആഘോഷങ്ങളുടെ ആനന്ദവും ആകാംക്ഷകളുടെ നിരാശകളും അട്ടിമറികളുടെ പൊട്ടിത്തെറികളും കണ്ണീരും കിനാവും വീഴ്ചയും വാഴ്ചയും കാണുന്ന ആ സുദിനമിത കടന്നുവരുന്നു. 2026 ജൂൺ മാസം 6-ാം തീയതി വടംവലി മത്സരങ്ങൾക്ക് പേരുകെട്ട സ്റ്റോക്ക് ട്രെൻഡിലെ മണ്ണിൽ ഒരു ചരിത്ര നിയോഗമായി യുകെയിൽ ആദ്യമായി ഇടവകയുടെ അതിർത്തി വരമ്പുകൾക്കപ്പുറം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു സഭാ കൂട്ടായ്മയ്ക്കായി കാലം കാതോർത്തിരിക്കുന്നു.
കൈക്കരുത്തും മെയ്ക്കരുത്തും നെഞ്ചിലേറ്റി ഇടവക പള്ളികളുടെ കരുത്തന്മാരായ മല്ലന്മാർ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ആവേശ മത്സരങ്ങൾ. കുട്ടികൾക്കായി പ്രത്യേക ഫൺ ആക്ടിവിറ്റികളും കൾച്ചറൽ പ്രോഗ്രാമുകളും പൊതുസമ്മേളനവും സമ്മാനദാനവും കൈനിറയെ സമ്മാനങ്ങൾക്കായി റാഫിൾ മത്സരങ്ങളും രാവിലെ മുതൽ കേരളത്തിന്റെ രുചിപ്പെരുമ നൽകുന്ന നാടൻ ഭക്ഷണ വിഭവങ്ങളുമെല്ലാം ഒരുക്കിക്കൊണ്ട് സീറോ മലബാർ സഭ സ്റ്റോക്ക് ഓൺ ട്രെഞ്ച് മെൻസ് ഫോറം സംഘടിപ്പിക്കുന്ന ഓൾ UK ടഗ് ഓഫ് വാർ ടൂർണമെന്റ് കടന്നു വരുന്നുണ്ട് 2026 ജൂൺ മാസം 6-ാം തീയതി. ഈ ആഘോഷവേളകളിൽ പങ്കാളികളാകുവാൻ എല്ലാവരെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു. കോവിഡ് മഹാമാരി വരുത്തിവെച്ച ആഘാതത്തിൽ നിന്നും ഇപ്പോഴും NHS സേവകർ മുക്തമായിട്ടില്ല. ചികിത്സയ്ക്കായി രോഗികൾ കൂടുതൽ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതിനിടെയാണ് ആഫ്രിക്കയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന എബോള കേസുകൾ UKയിൽ എത്തുമെന്ന് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. മാരകമായ വൈറസ് ബാധയെ നേരിടാൻ തയ്യാറെടുക്കാൻ NHS ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി പങ്കുവച്ച പുതുക്കിയ ഗൈഡൻസ് പ്രകാരം ആശുപത്രികൾ, GPമാർ, ഫ്രണ്ട് ലൈൻ സർവീസുകൾ എന്നിവരോട് രോഗം വേഗത്തിൽ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പ് നടത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രോഗം ബാധിച്ചവരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞ് ഇവരെ ഐസൊലേറ്റ് ചെയ്യാനാണ് നിർദ്ദേശം. ബ്രിട്ടനിൽ കേസുകൾ അധികം വരാനിടയില്ലെന്നും വിദേശത്തു നിന്നും വരുന്നവരിൽ രോഗം കണ്ടെത്താൻ സാധ്യതയുണ്ടെന്നും UK HSA വ്യക്തമാക്കി. കഴിഞ്ഞ 21 ദിവസത്തിനിടെ പ്രശ്നബാധിത മേഖലകളിൽ സന്ദർശനം നടത്തിയ ശേഷം പനി ബാധിച്ച് അവസ്ഥ മോശമായവരെ രോഗികളായി കണ്ട് ചികിത്സ ഉറപ്പാക്കാനാണ് നിർദ്ദേശം. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.